നമ്മുടെ ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്കം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത വീടാണ്. 900 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഒരു ചാരിറ്റി എന്ന നിലയിൽ ഒരു കാരണവശാലും ആരും വിളിക്കരുത്, അങ്ങനെ പറയാനും പാടില്ല. അതൊരു ഫേക്ക് സാധനമാണ്. പക്ഷേ എന്നാൽ പോലും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ആക്സസറീസ് ഉൾപ്പെടെയുള്ളത് കൊടുക്കുന്നത് കാരണം മുകളിലൊക്കെ സ്ലാബുകൾ കൊടുത്ത് തന്നെയാണ് ഇവിടെ കിച്ചൺ വന്നിരിക്കുന്നത്. 12:8 സൈസിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെ ടൈലെടുത്തത് നമ്മൾ സിറ്റി സെറാമിക്സിനാണെന്ന് പറഞ്ഞത്. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസമേ നമ്മുടെ സംപ്രീതത്തിൻ്റെ കീ ഹാൻഡ് ഓവറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം ആ വീഡിയോ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു അത് നമ്മൾ ചെയ്തിരിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്കം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത വീടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയട്ടെ, ഞാനൊരു വീട് വെച്ച് കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളോ ഒന്നുമല്ല. ഞാനൊരു ഹോം കൺസൾട്ടൻറ്റ് മാത്രമാണ്. ഞാൻ വീട് വെച്ച് വിൽക്കുന്ന ഒരാളുമല്ല, വീട് വെച്ച് കൊടുക്കുന്ന ഒരാളല്ല. അതായത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റ്, അങ്ങനെയുള്ള ആർക്കിടെക്ചറൽ ഡിസൈനിങ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആനന്ദത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ വീടൊരുക്കം എന്ന് പറയുന്ന പദ്ധതി തന്നെ. ആ പദ്ധതിയിൽ പ്രകാരമാണ് നമ്മൾ സംപ്രീതം വെച്ച് കൊടുത്തതും. അതിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ വീടാണ് ഇപ്പോൾ ഈ കാണുന്ന ഞാൻ പേരിട്ടിരിക്കുന്ന ദേവസുമം എന്ന വീട്. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മളല്ല. ഇതിൻ്റെ സ്ട്രക്ചർ ഇവർ ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു. ഇത് ബാക്കി ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അതായത് സ്ട്രക്ചർ തൊട്ട് ബാക്കി ഇപ്പം നിങ്ങൾ കാണുന്ന ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പൂർണ്ണമായിട്ട് തീർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിംഗ് വരുന്നത് മാർച്ച് 29-ാം തീയതിയാണ്. അപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ദേവസുമത്തിൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ ദേവേട്ടനും അതുപോലെ സുമചേച്ചിക്കും മക്കൾക്കുമായിട്ട് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്ന ഈ വീട്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്കും ഇതിൻ്റെ കാഴ്ചകളിലേക്കും ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് വീഡിയോ ആയിരിക്കും. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ദേവസുമത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം പറഞ്ഞതുപോലെ ഇത് പൂർത്തിയാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇത് സ്ട്രക്ചർ ഓൾറെഡി പണിത് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഇവരിങ്ങനെ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടായിരുന്നു. അതിനുശേഷം ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റിയില്ല. ചില ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സംപ്രീതം ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾക്ക് അതിനോടൊപ്പം അതിനുശേഷം ഏറ്റെടുത്തതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ഈ പ്രോജക്റ്റ്. അതായത് ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്കം എപ്പിസോഡിൽപ്പെട്ട രണ്ടാമത്തെ വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ വർക്കുകളൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം നമ്മളിങ്ങനെ ആൾക്കാരെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് വഴി, പഞ്ചായത്ത് മെമ്പർമാർ വഴി നമ്മളതിൽ നിന്ന് ആശാ വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് ആണ് നമ്മളെപ്പോഴൊരു വീട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് വീടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തുന്നത്. അതിന് ധാരാളം ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളെ കണ്ടെത്തിയാണ് വർഷത്തിലൊരിക്കൽ നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. 2025, 2026, ഇനിയിപ്പോൾ വരുന്ന 2027-ലാണ്. 2027-ലെ പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പലരും ചോദിക്കുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അതിങ്ങനെയാണ്, നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാകും, നമ്മുടെ ഓഫീസ് നമ്പർ ഉണ്ടാകും. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് മെസ്സേജ് ചെയ്യുക. എഴുതി തന്നെ മെസ്സേജ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ പ്രതിനിധി നിങ്ങളുടെ വീട്ടിൽ സന്ദർശിക്കും. അതിൽ നിന്ന് ഒരാൾക്കാണ് 2027-ൽ നമ്മളെടുത്ത പ്രൊജക്റ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്കം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 3ാമത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുണ്ട്. അതിലോട്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുക. ചെയ്യുന്ന എല്ലാവർക്കും അല്ല കിട്ടുക. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും അല്ല. അതിനകത്തുനിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളെ പല ക്രൈറ്റീരിയാസ് വഴി തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ അടുത്ത വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേവസുമത്തിലേക്ക് വരാം. ഇതൊരു കോണ്ടംപററി ഡിസൈൻ. ഞാൻ പറഞ്ഞു ഇത് ഞാൻ പൂർണ്ണമായിട്ട് ചെയ്തല്ല, പൂർത്തിയാക്കിയ വീടാണ്. സ്ട്രക്ചർ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വർഷം മുൻപ് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് തന്നെ ആദ്യം പറയാം. 900 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അകത്തൊരു സ്റ്റെയർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് ആ സ്റ്റെയർ കേസിലൂടെ തന്നെ മുകളിലോട്ട് റൂം പിടിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. അതായത് 900 സ്ക്വയർ ഫീറ്റ് 3 BHK-ലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയുക, മുറ്റം ഇച്ചിരി ഒന്ന് വീതി വിസ്താരമാക്കി. നമ്മൾ കല്ലുകളൊന്നും പിരിച്ചിട്ടില്ല. ഭാവിയിൽ നമുക്ക് കല്ല് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നു. ഫ്രണ്ടിലാണ് കിണർ വന്നിരിക്കുന്നത്. കിണർ അവർ നേരത്തെ കുത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും പറ്റാത്ത നല്ല കിണറാണ്. അത് നമ്മൾ റിങ് ഇറക്കി ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് അതങ്ങനെ അടച്ചു. എന്നിട്ട് അവിടെ നമുക്ക് മോട്ടർ ഇടാനൊക്കെ ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു അരഞ്ഞാണോടെ കെട്ടി അതൊന്ന് വൃത്തിയാക്കി വേറൊരു ഷേപ്പിലാക്കി ആക്കി കഴിഞ്ഞാൽ നന്നാവും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ
ഞാനിത് ഫസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചറെല്ലാം കഴിഞ്ഞിട്ട്, അപ്പോൾ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു, ആദ്യം ബന്ധപ്പെടുന്നത് നമ്മുടെ തിരുവല്ലയിലുള്ള UBC ഹോംസാണ്. ഹഫീസും വൈഫും അവരാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. അവരിത് പൂർത്തിയാക്കുമ്പോൾ ഞാൻ ഹഫീസ് ഇതിങ്ങനെ ഇത്ര എത്തി നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്, അതുകൊണ്ട് അകവും പുറവും നമുക്ക് വൃത്തിയായിട്ടൊന്ന് പ്ലാസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹഫീസ് അവരുടെ ഫുൾ ടീം ഇവിടെ വന്ന് അകവും പുറവും കൃത്യമായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് തരികയായിരുന്നു. തിരുവല്ലയിലാണ്. ഹഫീസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തിരുവല്ല പ്രാന്തപ്രദേശങ്ങളിലും കോട്ടയം ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഹഫീസ് പ്രൊജക്റ്റുകൾ എടുത്ത് പൂർത്തിയാക്കി ചെയ്യുന്നുണ്ട്. കീ ഹാൻഡ് ഓവർ ഒക്കെ ആയിട്ട് അവരുടെ പ്രൊജക്റ്റുകളുണ്ട്. UBC ഹോംസ് എന്നാണ് ഫേമിൻ്റെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. പിന്നെ ഇതിൽ പൂർണ്ണമായിട്ടും പെയിൻറ്റ്, നമ്മുടെ അകവും പുറവും പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് കേരള പെയിൻറ്റ്സ് ആണ്. ഇതിനകത്ത് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതിൻ്റെ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹഫീസ് തന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാം. ഞാനിത് കഴിഞ്ഞ മാർച്ച് 29-ാം തീയതിയാണ് ഇത് കമ്മിറ്റ് ചെയ്യുന്നത്. മാർച്ച് 29 എന്ന് പറഞ്ഞാൽ എൻ്റെ പിറന്നാൾ ദിവസമാണ്. ഈ മാർച്ച് 29 ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അതായത് എൻ്റെ 40-ാം പിറന്നാൾ ദിവസം ഞാനിത് കമ്മിറ്റ് ചെയ്യുന്നു. 41-ാം പിറന്നാളിന് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാനൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നത്. ഇതിനെ ഒരു ചാരിറ്റി എന്ന നിലയിൽ ഒരു കാരണവശാലും ആരും വിളിക്കരുത്, അങ്ങനെ പറയാനും പാടില്ല. അതൊരു ഫേക്ക് സാധനമാണ്. നമ്മുടെ ധർമ്മം നിറവേറ്റി കൊടുക്കുക എന്ന ഒറ്റ റീസൺ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്തിട്ട് അവിടുന്ന് പോയേക്കുക, അത്ര തന്നെ ഇതിനകത്ത് വിചാരിക്കുന്നുള്ളൂ. സോ അങ്ങനെ കേരള പെയിൻറ്റ്സ് ആണ് പൂർണ്ണമായിട്ട് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത്. കേരള പെയിൻറ്റ്സിൻ്റെ പ്രൈം ഗോൾഡ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് നമ്മൾ വൈറ്റ് കളർ പൂർണ്ണമായിട്ട് അടിച്ചിരിക്കുന്നത്. ഗ്രേയും അതുപോലെ തന്നെ പ്രൈം ഗോൾഡ്, പിന്നെ ബോർഡേഴ്സ് മുഴുവൻ ഗ്രേ കൊടുത്ത് താഴെ ഒരു ഡാർക്ക് ഗ്രേ, ഇത് ബ്ലാക്ക് അല്ല, ഡാർക്ക് ഗ്രേ ആണ് താഴെ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ജനാലകളും വിൻഡോസും എല്ലാം വുഡാണ്. ടിംബർല ഗ്രൂപ്പ് അവരുടെയാണ് പൂർണ്ണമായിട്ടും വുഡ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇവിടെ നമ്മുടെ സുമചേച്ചി വീടിൻ്റെ ഗൃഹനാഥ ഓൾറെഡി ഫ്രെയിമുകളെല്ലാം വെച്ചിരുന്നു, അത് വുഡ് ഫ്രെയിമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീസോളിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പൂർണ്ണമായിട്ടും ടിംബർല ഗ്രൂപ്പ്, എൻ്റെ സുഹൃത്താണ് ബിജേഷിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ജനാലകളാണേലും അതുപോലെ തന്നെ ഡോറാണേലും അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ജനാലകളിലോട്ട് പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്തു, പ്രൈമർ അടിച്ചതിന് ശേഷം PU ഫിനിഷ് പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ ഇവിടുന്ന് ഒരു വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ കൊണ്ടുവരാനായിട്ട് ഗ്രേയുടെ പാലറ്റ്സ് അത് ബോർഡറിലും അതുപോലെ ഈ പറഞ്ഞ വിൻഡോസിൻ്റെ ഇതിലും ദെൻ താഴെ നമ്മുടെ ഈ താഴെ വരുന്ന ബേസ്മെൻറ്റിലുമൊക്കെ ആ ഒരു ഗ്രേ കളറ്, ഗ്രേയുടെ തന്നെ ഡാർക്ക് ലൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ വളരെ കുറഞ്ഞ ലൈറ്റ് അങ്ങനെയൊക്കെ അടിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഗ്രേ പെയിൻറ്റ്, അതും നമ്മുടെ കേരള പെയിൻറ്റ്സ് തന്നെയാണ്. ഇവിടെയും ചെയ്തിരിക്കുന്നത് കേരള പെയിൻറ്റ്സിൻ്റെ വർക്കാണ്. കാര്യം ഇത് നമുക്ക് പിടിച്ച് കയറാൻ പാകത്തിനുള്ളൊരു ഏരിയ കൊടുത്തിരിക്കുന്നതാണ്. ഹാൻഡിൽ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഗൃഹനാഥൻ പുള്ളി ഇച്ചിരി ഡിസേബിൾഡ് ആണ്. അപ്പോൾ ആൾക്ക് പിടിച്ച് കയറാനായിട്ടുള്ളൊരു സൗകര്യം എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 11 അതുപോലെ തന്നെ 8 സൈസിലാണ് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. 11/8 എന്നുള്ള സൈസിൽ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ പൂർണ്ണമായിട്ട് നമ്മൾ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ടൈല് 4/2 ടൈലുകൾ ചെയ്തിരിക്കുന്നു. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിറ്റി സെറാമിക്സ് ആണ്. തൃശ്ശൂർ സിറ്റി സെറാമിക്സ്, നമ്മുടെ ജോമോൻ്റെ ഷോറൂം. ടൈല് അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്കുള്ള പ്രോഡക്റ്റ്, പിന്നെ അത് കൂടാതെ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സ്, സാനിറ്ററി ഐറ്റംസ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് സിറ്റി സെറാമിക്സ് എന്നാണ്. ഇവിടെ ഒരു എന്താ പറയുക കജാരിയുടെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു മാർബിൾ ഫിനിഷ് ടൈല് കൊണ്ടുവന്നിരിക്കുന്നു. ഗ്ലോസി ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അതിനു മുമ്പ് ഇതാണ് ഡോറ്. ഞാൻ പറഞ്ഞു കട്ടള ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഡോറും നമ്മുടെ ടിംബർല ഗ്രൂപ്പിൻ്റെ ബിജേഷിൻ്റെ പ്രൊഡക്റ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. ഫ്രെയിമും ഓൾറെഡി തേക്കിൽ ആഞ്ഞിലിയിലായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തേക്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഡോറ് ചെയ്ത് ആ ഒരു കളറിനോട് സമാനമായിട്ടുള്ള ഡാർക്ക് കളർ കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. 3 വിൻഡോസ് ഫ്രണ്ടിലുണ്ട്. അവിടെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ വുഡൻ വിൻഡോസാണ് അവിടെയും പോയിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ വുഡൻ കട്ടള വെച്ചിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീസോളിൻ്റെ ഡോർ ഇവിടെയും കയറിയിട്ടുണ്ടാവും. ഈ ദേവസ്വത്തിൽ നമ്മുടെ ഡീസോളിൻ്റെ ഡോർ കയറിയിട്ടുണ്ടാകും. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ചെയ്തത് വുഡൻ കട്ടളയാണ്. നമുക്ക് വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ടിംബർല ഗ്രൂപ്പിൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ വരുന്നത് 20x12 സൈസിലാണ്. അതായത് 20 അടി നീളം, 12 അടി വീതി. പറഞ്ഞതുപോലെ നമ്മുടെ ടൈൽസ് മുഴുവൻ സിറ്റി സെറാമിക്സ് ഒരേ ടൈല് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇൻവെർട്ടറൊക്കെ ചെയ്യാനായിട്ട് നാളെ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ആ സ്റ്റെയർ കേസ് ഏരിയ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു സ്റ്റെയർ ഏരിയ നമ്മൾ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എന്താ പറയുക ഡൈനിങ് ടേബിളൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിന് മുമ്പ് ധൃതിയിൽ എടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഡിവാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന ജസ്റ്റ് ഡിവാൻ കോട്ട് മാത്രമേ ഉള്ളൂ. ഇനി പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റീരിയർ ഡോറുകളെല്ലാം വെക്കുന്നതേ ഉള്ളേ. അതും ഈ പറഞ്ഞ പോലെ ഫിറ്റിംഗ് ആവുന്നതേ ഉള്ളൂ.
നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അത് ഫിറ്റിംഗ് ആകത്തുള്ളൂ. അപ്പോൾ ഡോറുകളെല്ലാം തന്നെ വരുന്നുണ്ട്, അതും വുഡൻ ഡോറാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു 3 ബെഡ്റൂമാണെന്ന് ആദ്യം പറഞ്ഞല്ലോ, പക്ഷേ ഇവിടെ ഒന്നിലും തന്നെ നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കൊടുത്തിട്ടില്ല. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമേ കൊടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈസും അത്യാവശ്യം ചെറുതാണ്, വലിയ സൈസല്ല. 200-140 സൈസിലുള്ള ചെറിയ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ആക്സസറീസ് ഉൾപ്പെടെയുള്ളത് കൊടുത്ത് അത് നമ്മൾ എടുത്തിരിക്കുന്ന സിറ്റി സെറാമിക്സും തന്നെയാണ്. ഇത് ചെയ്ത സമയത്ത് നമുക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇലക്ട്രിക്കൽ വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പൂർണ്ണമായിട്ടും നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന NK പൊതുവാളിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, കോട്ടയത്ത് NK പൊതുവാൾ ഞാൻ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ലൈറ്റ്, സ്വിച്ചസ്, വയേഴ്സ് എല്ലാം നമ്മൾ അവിടെ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തത് നമ്മളിവിടെ ലോക്കലായിട്ട് തന്നെ കൊടുത്ത് ആളെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. പ്ലംബിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പം നോർമലി നിങ്ങൾക്ക് ഇപ്പം പലപ്പോഴും ഇലക്ട്രിക്കൽ ഐറ്റംസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വേണം നമ്മുടെ ഇവരെക്കുറിച്ച് പറയാനായിട്ട്, NK പൊതുവാളിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഡെസ്പാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ഇവർ കൊറിയറായിട്ട് പ്രൊഡക്റ്റ് അയച്ചു തരും. നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊട്ടേഷൻ തന്ന് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് അത് അവരുമായിട്ട് നോക്കുമ്പോൾ എത്രമാത്രം ബഡ്ജറ്റ് ക്വാളിറ്റിയിലേക്ക് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് സാധനം അവർ എത്തിച്ചു തരാനുള്ള സൗകര്യം അവരൊരുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തിച്ചു തന്നാണ് നമ്മുടെ NK പൊതുവാൾ. അതാണ് നമ്മളിവിടെ ഇലക്ട്രിക്കലും പ്ലംബിംഗ് ഐറ്റംസ് പൂർണ്ണമായിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ. എടുത്ത പ്രൊഡക്റ്റുകളിലെ മെറ്റീരിയലിലൊന്നും പ്രശ്നം വരുത്തിയിട്ട് നമ്മുടെ എന്താ പറയുന്ന ആക്സസറീസ് ആയിക്കോട്ടെ, ടൈൽ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. 14-8 സൈസിലുള്ള കിച്ചണാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മളിത് കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷമാണ് എത്തിയത്. അല്ലെങ്കിൽ നമുക്കൊരു മോഡുലാർ കിച്ചൺ സെറ്റപ്പ് ആക്കി കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ സ്ലാബൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കുറച്ച് മുന്നേ പറഞ്ഞ ടൈല് തന്നെ ഇട്ടിട്ടാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി സ്ലാബ് വാർത്തിരിക്കുന്നത് കാരണം മുകളിലൊക്കെ സ്ലാബുകൾ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചണിലും നമുക്ക് എക്സിറ്റ് ഡോറ് വുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞു 3 ബെഡ്റൂമാണ്, വാതിൽ വരുന്നതേ ഉള്ളൂ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 13-9 സൈസിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. ടൈലുകളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 4x2 ടൈലാണ് ചെയ്തിരിക്കുന്നത്. കബോർഡുകളും കാര്യങ്ങളും ഓൾറെഡി വരുന്നതേ ഉള്ളൂ. കബോർഡുകൾ മീൻസ് ഫർണിച്ചർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് വരുന്നത് 12-8 സൈസിലാണ് വരുന്നത്. നമ്മുടെ ടൈലുകളുടെ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന 2A കൺസ്ട്രക്ഷൻ ആണ്. 2A കൺസ്ട്രക്ഷൻ നമ്മുടെ ഫ്രണ്ടാണ് ആദർശിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. 15 ലക്ഷം 20 ലക്ഷത്തിൻ്റെയൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നമ്മുടെ ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അവരാണ് പൂർണ്ണമായിട്ടും ടൈൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഹാള്, അത് സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂംസ്, കിച്ചൺ എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ തന്നെ ടൈൽ വർക്കായിരിക്കണം. മുഴുവൻ നമ്മൾ ചെയ്തിരിക്കുന്ന ഗമ്മിൽ തന്നെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന പൂർണ്ണമായിട്ടും ഗമ്മിലാണ്. സ്കർട്ടിങ് ഇവിടെ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലഷ് ചെയ്തിട്ടില്ല, നേരെ നമ്മുടെ ഭിത്തിയിലോട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പുട്ടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അകത്തും പുറത്തും നമ്മൾ പുട്ടിയിട്ടില്ല, ഡയറക്റ്റ് പെയിൻറ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു ചെയ്തത്. ഇത് പൂർണ്ണമായിട്ടും ഈ ടൈൽ വർക്ക് പൂർണ്ണമായിട്ടും 2A കൺസ്ട്രക്ഷൻ. അവരുടെ പ്രധാനപ്പെട്ട കാര്യം, കൊല്ലം ജില്ലയിൽ നിങ്ങൾക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് കേട്ടോ 2A കൺസ്ട്രക്ഷൻ. അവർ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അപ്പോൾ ആദർശ് എഞ്ചിനീയറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീടുകൾ ആദർശ് നിങ്ങൾക്ക് നിർമ്മിച്ചു തരിക. അത് പക്ഷേ കൊല്ലം ജില്ലയിൽ മാത്രമേ പുള്ളി ഇപ്പോൾ വർക്ക് എടുത്ത് ചെയ്യുന്നുള്ളൂ. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇതും 12 സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞ ടൈലുകളും കാര്യങ്ങളും. ഇവിടെ നമ്മളൊരു ഫർണിച്ചർ തൽക്കാലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫർണിച്ചറുകൾ കയറും. ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് പൂർണ്ണമായിട്ടും GAയിലാണ് ഇരിക്കുന്നത് കേട്ടോ, MS അല്ല, GAയിലാണ്. അത് നമ്മൾക്കിനെ പിടിച്ച് കയറാൻ പാകത്തിന് ഇവിടെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റെയറാണ്. അതിനുശേഷം നമ്മുടെ ജനാലകളിലടിച്ച ഏത് പെയിൻറ്റ് തന്നെയാണോ അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം തന്നെ നമ്മൾ വുഡൻ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നമ്മൾ പറയാം സിറ്റി സെറാമിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ 2A കൺസ്ട്രക്ഷനാണ് മുഴുവൻ ലേ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വുഡൻ ടൈലിട്ട് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റെയർ കേസ് അവിടെ ഒരു ലാൻഡിങ്, ദെൻ ആ ലാൻഡിങ്ങിൽ നിന്ന് കയറി മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. അവിടെ നമുക്ക് ടെറസിലേക്കുള്ള എക്സിറ്റ് ഡോറാണ്. നമുക്ക് നാളെ ഒരു അവസരത്തിൽ അവിടെ നമുക്ക് 1-2 റൂം പിടിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആദ്യം കൺസ്ട്രക്ട് ചെയ്തവർ അതൊന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ബാക്കി ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് അവിടെ ഒരു ഏരിയ കൊടുത്തിട്ടില്ല, അവിടെ നമുക്ക് ഡോറ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദേവസ്വം ഉള്ളത്. ഞാൻ പറഞ്ഞു പത്തനംതിട്ട കൊടുമണ്ണിലാണ്. നമ്മളത് പൂർത്തിയാക്കി കൊടുക്കുക ചെയ്തത്. ഇതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്തത് നമ്മളല്ല, പൂർത്തിയാക്കി കൊടുക്കുക ചെയ്ത്. കൺസ്ട്രക്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ പലരുടെയും സംശയം നമ്മളിതുപോലുള്ള വീടുകൾ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നൊരു ഫേമോ ആളോ അല്ല. നമ്മുടെ ഡോക്ടർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ എല്ലാ വർഷവും ഒരാൾക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് വീടൊരുക്കം എന്നാണ്. അതുതന്നെ നമ്മൾ ഈ ലൈഫ് മിഷനിൽ പോലും വീട് കിട്ടാത്ത ആൾക്കാരെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ഒരു വീട് നമ്മൾ നൽകുന്നത്.
2027 സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള എൻട്രികൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ വീട് പൂർത്തിയാക്കിയ എവിടെയൊക്കെ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ടീമിൻ്റെ ഉൾപ്പെടെയുള്ള, അതുപോലെ ഫർണിച്ചർ, അതുപോലെ ഈ പറഞ്ഞ ജനാല, വിൻഡോസ്, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാവും. ഇനി ഇതിന് വന്നിരിക്കുന്ന റേറ്റ് കൂടി നമുക്ക് പറയാം. ടോട്ടൽ ഈ ഒരു പ്രൊജക്റ്റ് തീർക്കുന്നതിന് നമുക്കായിട്ടുള്ളത്, ഇപ്പോൾ എനിക്ക് മാത്രമായിട്ടുള്ളത് ഏകദേശം 11,23,000 രൂപയാണ്. സുമ ചേച്ചി ഏതാണ്ട് ഇതിനുണ്ട് 5-6 ലക്ഷം മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 17 ലക്ഷം രൂപ, 17 ലക്ഷം 18 ലക്ഷത്തിനകത്താണ് ഈ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിരിക്കുന്നത്. കാര്യം പറഞ്ഞല്ലോ, 5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റൊക്കെ വളരെ കുറവായിരുന്നു, മെറ്റീരിയൽ കോസ്റ്റും കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിലുണ്ടായിരുന്ന ഒരു കോസ്റ്റും ഇപ്പോഴത്തെ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഏതാണ്ട് 16-17 വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. 17-18 ആണ് ഈ പ്രൊജക്റ്റ് നമ്മൾ പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റേറ്റ് നമുക്ക് കുറഞ്ഞു നിൽക്കാനായിട്ടുള്ള റീസൺ. പറഞ്ഞു 900 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ഇന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ അതിലും റേറ്റ് വന്നു. പക്ഷേ എന്നാലും സംപ്രീതം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചെയ്ത സമയത്ത് നമുക്ക് ആയിരിക്കുന്ന ടോട്ടൽ 14,93,000 രൂപയാണ്. സംപ്രീതം കണ്ടിട്ടില്ലാത്തൊരു ദയവീത് അതുകൂടെ കാണണം കേട്ടോ. കാര്യം നിങ്ങളുടെ വീട് വയ്ക്കുന്നവർക്കൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് വരുന്ന നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത വീടൊരുക്കുന്ന പ്രൊജക്റ്റ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അത് 2027 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള എന്നാ പറയുന്നത്, ആ ഒരു തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും എടുത്തു പറയട്ടെ, നമ്മുടെ ഒരു പദ്ധതിയാണ് വീടൊരുക്കം. ആ പദ്ധതിയിൽ നിന്നാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെയൊക്കെയുള്ള ബേസിക് റീസൺ നിങ്ങളുടെ സപ്പോർട്ടാണ്. അത് നിങ്ങളെനിക്ക് തന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 1 രൂപ ക്യാഷ് പോലും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. പിന്നെ പല ആൾക്കാരും നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പലരും നമ്മളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്തും സ്നേഹത്തിൻ്റെ പുറത്തും ഒക്കെയാണ്. പിന്നെ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. വീണ്ടും പറയട്ടെ, ഇത് ചാരിറ്റി എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തി ഇതിനെ ചെറുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ വീണ്ടും കാണാം ഇതുപോലെയുള്ള പ്രൊജക്റ്റുകളെ. ദേവസ്വമത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ആശീർവദിക്കുക, ഈ ഫാമിലിയെ ആശീർവദിക്കുക. അവർക്കൊക്കെ നിങ്ങൾക്കും ഇതുപോലെ വീടുകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.